പടം കൊള്ളാവോ ഇല്ലയോ എന്ന് ആദ്യം പറയണം. അതിനാണല്ലോ നിങ്ങൾ വീഡിയോ ക്ലിക്ക് ചെയ്തത്. നിങ്ങളുടെ പൈസ പോകത്തില്ല. പടം നല്ല പടം തന്നെയാണ്. ഇതൊരു ഹൊറർ കോമഡി ജോണറാണ്. ഹൊറർ കോമഡി എന്ന് പറയുമ്പോൾ നമ്മൾ തമിഴിലും ഹിന്ദിയിലും കാണിക്കുന്ന ആ വളിപ്പ് പരിപാടിയല്ല, പക്കാ നാച്ചുറലായിട്ട് പോകുന്ന പടമാണ്. അതിലെ ഹൊറർ പാട്ട് നമുക്ക് കട്ട് ചെയ്യാം, അതിൽ ഹൊറർ എലമെന്റ്സ് ഒന്നും അങ്ങനെ ഇല്ല. കോമഡി തന്നെയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം ഇതിനകത്ത് വരുന്നു എന്നുള്ളതുകൊണ്ട് ആ ഹൊറർ ജോണർ ഇത് കയറ്റിയെന്നുള്ളൂ. പക്ഷെ ഹൊറർ കുറവെന്നല്ല, ഇല്ലെന്ന് തന്നെ വേണേൽ പറയാം. പക്ഷെ കോമഡി പക്ക ചിരിക്കാനായിട്ട് തുടക്കം മുതൽ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെ ചിരിക്കാനുള്ള എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാലിമി എഴുതിയ സാൻജോ ജോസഫാണ്. അപ്പോൾ ആ ഭാഗത്ത് പുള്ളി ക്ലിയർ ആണ്. പക്ക നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വർക്കാവുന്ന കോമഡികളായിരുന്നു മൊത്തം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വൈശാഖ് എലാൻസ് ആണ്. പുള്ളിയുടെ ഡെബ്യൂ ആണ്. പക്ഷെ ഒരു ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്ന പോലൊന്നും ഫീല് വരുന്നില്ല. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്കി ടെക്നിക്കൽ സൈഡ് എല്ലാം മ്യൂസിക് ജെക്സ് ബിജോയാണ്, എഡിറ്റിംഗ് ചമൻ ചാക്കോ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ടെക്നിക്കലി ഓക്കെ ആണ്. ഇതിൻ്റെ ആക്ടേഴ്സ് കോമഡിയുടെ രാജാക്കന്മാരാണ്. എല്ലാം അതിനകത്തുണ്ട്. ജഗദീഷ് ഉണ്ട്, ജോണി ആൻ്റണി ഉണ്ട്, അജു വർഗീസ് ഉണ്ട്. എല്ലാവരും അവരവരുടെ ഭാഗം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ എടുത്ത് പറയുന്നെങ്കിൽ ഒരാളെ പറയത്തുള്ളൂ, അത് ഷറഫുദ്ദീനാണ്. പുള്ളി കുറേ നാളായതുള്ള കോമഡി റോൾ ചെയ്തിട്ട് സീരിയസിൽ പിടിച്ചിരിക്കുമായിരുന്നല്ലോ. പക്ഷേ ഇത് പുള്ളിയുടെ ഒരു സോണാണ്. ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ ഇത് കഴിയുമ്പോൾ വേറൊരാളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇത് ഇത്തിരി ഓവറായി പോയാൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ക്യാരക്ടറാണ്. അതൊരു മീറ്റർ പിടിച്ച് പക്കയായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ ആ പറഞ്ഞ സെക്കൻഡ് ഹാഫിൻ്റെ പകുതി വരെയും പടം കൊണ്ടുവന്ന പുള്ളിയാണ്. കോമഡി ടൈമിങ്, പുള്ളി ഇടുന്ന ഓരോ കൗണ്ടേഴ്സ് എല്ലാം പക്കയായിട്ട് തിയേറ്ററിൽ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കാണണം. ഇതിൻ്റെ ഒരേ ഒരു പ്രശ്നമൊന്നുമല്ല, മോശമായി പോയെന്ന് ഒരിക്കലും പറയത്തില്ല. ഒരു ഇത്തിരി ലേസിനെസ് വന്നേക്കുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലോട്ടാണ്. ഇത് തീർക്കണമല്ലോ എന്ന് പറഞ്ഞ് തീർത്ത പോലെ ഒരു ചെറിയ ഫീൽ. പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറയത്തില്ല. അത് ഇത്തിരിയും കൂടെ ഒരു എഫേർട്ട് ഇട്ട് ഇത്തിരിയും കൂടെ നന്നാക്കിയിരുന്നെങ്കിൽ പടം വേറെ ലെവലിൽ പോയി നിന്നേനെ. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഇട്ടിട്ടുണ്ട്. ഐ എം റിയലി ഇൻട്രസ്റ്റഡ് ടു വാച്ച് ദാറ്റ്. അത് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി ഇത് വിജയിപ്പിച്ചേ വരത്തുള്ളൂ. ഇത് തിയേറ്ററിൽ തോക്കേണ്ട ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇത് ജയിക്കണം. ഇത് ജയിക്കേണ്ടുന്ന ഒരു പടമാണ്. പ്രൊമോഷൻ്റെ കുറവുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു കോമഡി പടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കോമഡി പടമായിട്ട് പ്രൊമോട്ട് ചെയ്താൽ നന്നായിട്ട് വർക്കാവും. ഈ സാറ്റർഡേ സൺഡേ ഒക്കെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ പോയി ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ചിരിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പടമാണ് ഹലോ മമ്മി.